വാട്സാപ്പിൽ ഇതാ വീണ്ടും കിഡിലൻ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സാധാരണ വാട്സാപ്പിലെ ബീറ്റ പ്രോഗ്രാമിൽ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഫീച്ചറുകൾ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാട്സാപ്പ് നിങ്ങളെ അറിയിച്ചു തരുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ ഫീച്ചർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിന് പുറമെ വാട്സാപ്പിൽ നമ്മൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വാട്സാപ്പ് മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ താഴെ വലതുവശത്ത് കണ്ടോ യു എന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെറ്റിങ്സ് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏർലി ആക്സസ് ടു ഫീച്ചർ എന്ന പുതിയൊരു ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ജോയിൻ ദ ബീറ്റ പ്രോഗ്രാം എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ജോയിൻ ദ ബീറ്റ പ്രോഗ്രാം. ഇവിടെ എഴുതിയതായിട്ട് കാണാം, വിത്ത് ദിസ് ഓൺ യു വിൽ ട്രൈ ന്യൂ വാട്സപ്പ് ഫീച്ചേഴ്സ് ബിഫോർ ദേ ആർ റിലീസ്ഡ് എന്ന്. അതായത് വാട്സാപ്പിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ന പ്രോഗ്രാം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ വാട്സാപ്പ് തന്നെ അയച്ചു തരും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ചിലപ്പോൾ മെസ്സേജുകളും അതുപോലെ തന്നെ മറ്റുള്ള നോട്ടിഫിക്കേഷനും വാട്സാപ്പിൽ നിന്നും വരും. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ രൂപത്തിൽ തന്നെ നമുക്ക് ഇന്ന പ്രോഗ്രാമുകൾ ഇനി വരാനുണ്ട് എന്ന് വാട്സാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മെസ്സേജുകളും നോട്ടിഫിക്കേഷനും വരും. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ വരാനിരിക്കുന്ന എല്ലാ പുതിയ ഫീച്ചറുകളും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ അറിയാൻ സാധിക്കും. ഇവിടെ കാണുന്ന പച്ച കളറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് സെറ്റിങ്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വാട്സാപ്പ് കോൺടാക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓഫിലായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ആരെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ, അതായത് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ ഇല്ലാത്തവർ വാട്സാപ്പിൽ നിങ്ങൾ കോൾ ചെയ്യും, മെസ്സേജ് അയക്കും. അവർ നിങ്ങൾക്ക് അവിടെ തന്നെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ മെയിൻ കോൺടാക്റ്റ് ലിസ്റ്റിൽ കാണില്ല. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ കോൺടാക്റ്റ് ലിസ്റ്റിൽ കാണും. ഇനി വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ സാധിക്കും. മെയിൻ കോൺടാക്റ്റ് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഏതിൽ നിന്നാണ് വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മൊത്തം കോൺടാക്റ്റ് കാണേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെ കണ്ടോ ആരോ മാർക്ക്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മെയിൽ ഐ ഡി ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ മെയിൽ ഐ ഡിയിൽ ഇപ്പോൾ ഓൾ കോൺടാക്ട്സിൽ എനിക്ക് 1372 നമ്പർ ഉണ്ട്. ഓക്കെ, ഇവിടെ മറ്റൊരു മെയിൽ ഐ ഡിയിൽ 144, മറ്റൊരു മെയിൽ ഐ ഡിയിൽ 966. ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കാണാൻ സാധിക്കുക. ഞാനിപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡി ആണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ആ മെയിൽ ഐ ഡിയിലുള്ള എല്ലാ നമ്പറുകളും എനിക്ക് വാട്സാപ്പിലും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷൻ ആക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ എങ്ങനെ ബീറ്റ വെർഷൻ ആക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ ലിങ്കിലൂടെ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പും നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.